ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എന്നും ഉപയോഗിക്കുന്ന ബൈക്ക്, അതുപോലെ തന്നെ ഡ്രസ്സുകൾ, മാസ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ എന്നും ക്ലീൻ ചെയ്യും. പക്ഷേ നമ്മൾ എന്നും ഉപയോഗിക്കുന്ന ഈ ഹെൽമെറ്റ് ഒരിക്കലും ക്ലീൻ ചെയ്യാറില്ല. ഇത് നമ്മൾ ഒന്ന് പൊടിയൊക്കെ തട്ടിയെടുത്ത് ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്ത് തലയിലിട്ടങ്ങ് പോവുകയാണ് ചെയ്യാറ്. കുറേ സമയം നമ്മൾ ഹെൽമെറ്റ് ഉപയോഗിക്കുമ്പോൾ തലയൊക്കെ വേർത്ത് ഇതിൻ്റെ ഉള്ളിൽ പാഡും കാര്യങ്ങളൊക്കെ മുഷിഞ്ഞിരിക്കും. അപ്പോൾ അതിനാൽ ഇടയ്ക്കിടയ്ക്ക് ഹെൽമെറ്റ് ഉൾവശം ഒന്ന് കഴുകുന്നത് നല്ലതാണ്. പക്ഷേ ഞാനടക്കമുള്ള ആളുകൾ ആരും ഹെൽമെറ്റ് ഉൾവശം കഴുകാറില്ല. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹെൽമെറ്റിൻ്റെ ഉൾവശം എങ്ങനെയാണ് വൃത്തിയാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഹെൽമെറ്റ് ആദ്യമായിട്ട് വൃത്തിയാക്കേണ്ടത് ഇതിൻ്റെ ഔട്ട് സൈഡാണ്. ഔട്ട് സൈഡ് വൃത്തിയാക്കാൻ വളരെ സുഖമാണ്, കാരണം നിങ്ങൾക്കറിയാം. പക്ഷേ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉൾവശം എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത് എന്നുള്ളതാണ്. ഒട്ടുമിക്ക ഹെൽമെറ്റിനും ഏകദേശം ഒരു 1500-1700 രൂപയുടെ മുകളിലെ ഒട്ടുമിക്ക ഹെൽമെറ്റിനും ഈ പാഡിങ് നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും. അപ്പോൾ അത് ഈസി ആയിട്ട് വാഷ് ചെയ്യാം. പക്ഷേ അതിന് താഴെയുള്ള ചില ഹെൽമെറ്റുകൾക്കൊന്നും ഈ പാഡിങ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഹെൽമെറ്റുകൾ നമ്മൾ ചെയ്യേണ്ടത്, പാഡിങ് എടുത്ത് മാറ്റാൻ പറ്റാത്ത ഹെൽമെറ്റുകൾ നമ്മൾ ഇങ്ങനെ വെച്ച് കഴുകിയേ മാർഗുള്ളൂ. പക്ഷേ അത് ഉണങ്ങി കിട്ടാനൊക്കെ ഭയങ്കര പണിയാവും. അപ്പോൾ നമ്മുടെ ഹെൽമെറ്റ് ഈ പാഡിങ് ഊരാൻ പറ്റുന്ന ഹെൽമെറ്റാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ പാഡിങ് എങ്ങനെയാണ് അഴിച്ചു മാറ്റുന്നത് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഈ പാഡിങ് അഴിച്ചു മാറ്റാൻ ചെയ്യേണ്ടത്, കണ്ടോ ഇവിടെയൊക്കെ ഓരോ ലോക്കുകൾ ഉണ്ടാവും. കണ്ടോ ഒരു ലോക്ക്, അത് കഴിഞ്ഞാൽ ഈ സൈഡിലെ ലോക്ക്. ഈ 2 ലോക്കുകളാണ് ഇവിടെ കാണുന്നത്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഈ വശത്തും ഉണ്ടാവും. അപ്പോൾ നമ്മൾ 4 ലോക്കുകൾ അയച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ ഇനിയും ലോക്ക് ഉണ്ടാവും. കണ്ടോ ഇവിടെ ലോക്കുണ്ട്. ഇതിൻ്റെ പിറകിൽ ഇതിൻ്റെ പിറകിലും 2 ലോക്കുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലോക്ക് അഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത്, കണ്ടോ ഈ ഒരു ഭാഗം ഇങ്ങനെ അഴിച്ചു മാറ്റുക. ഇതിങ്ങനെ അഴിച്ചെടുക്കുമ്പോൾ കണ്ടോ ഇവിടെ ഒരു ലോക്കും കൂടെ വരും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഇങ്ങനെ എടുക്കുക. ഇത് അഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ തന്നെ നമ്മൾ വെക്കും വേണ്ടി വരും. ഇപ്പോൾ കണ്ടോ ഈ 3 ലോക്കുകളാണ് ഇതിനുള്ളത്. ഇത് 2 ലോക്ക് നമുക്ക് ഓൾറെഡി ഫസ്റ്റ് കാണും. പിന്നെ 3ാമത്തെ ലോക്ക് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ഇത് എടുത്തതിന് ശേഷം കാണുള്ളൂ. ഈ ഒരു ഭാഗത്തായിട്ട് വരും. അപ്പോൾ കണ്ടോ ഇതാണ് ഒരു വശത്തുള്ളത്. ഇനി അടുത്ത വശത്തും ഇതുപോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ 2 ഓൾറെഡി അയച്ചു കഴിഞ്ഞിരുന്നു. അതും ഇങ്ങനെ ഈ ഒരു ഭാഗം ഇങ്ങനെ എടുക്കാൻ പറ്റും. എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ കണ്ടോ ഈ 3 എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഉള്ളിലൂടെ ഇട്ടതിന് ശേഷം ഫിറ്റ് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ അത് വീണ്ടും അയച്ചെടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ 2. അപ്പോൾ ഇത് ഊരി കഴിഞ്ഞു. അതുകൊണ്ട് മാത്രമായില്ല, കണ്ടോ ഇത് നമ്മുടെ തലയിൽ വരുന്ന സാധനമാണ്. അപ്പോൾ ഇതിനും നല്ല വേർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് ഊരുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ലോക്കുണ്ട്, കണ്ടോ ഇതൊക്കെ ലോക്കിങ് കറക്റ്റായിട്ട് നമ്മൾ വെക്കും വേണ്ടി വരും. കണ്ടോ ഇതിന് വേറെ ഇതൊന്നുമില്ല. ഇത് ഇവിടുത്തെ ഈ ലോക്ക് മാത്രമേ ഉള്ളൂ. വേറെ ഇതുപോലത്തെ ലോക്കിങ് ഇല്ല. ഈ 2 ലോക്കും പിന്നെ ഇതിന് 3 ഈച്ച ലോക്കുമാണുള്ളത്. അപ്പോൾ ഇത് ഊരി. അപ്പോൾ പാഡിങ് കാര്യങ്ങൾ അയച്ചപ്പോൾ ഇതുപോലെയാണ് ഉള്ളത്. ഇത് നമുക്ക് ഈസി ആയിട്ട് വാഷ് ചെയ്യാൻ പറ്റും. നമ്മുടെ വേർപ്പും കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ ആകുമ്പോൾ പറ്റി പിടിച്ചിട്ടുണ്ടായ. അപ്പോൾ ഇനി നമുക്ക് ഇത് വാഷ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡ്രസ്സ് വാഷ് ചെയ്യുന്നത് അതുപോലെ തന്നെ സോപ്പും പൊടി ഇട്ടിട്ടാണ് കഴുകാൻ പോകുന്നത്. കഴുകുമ്പോൾ നമ്മൾ കയ്യിൽ പിടിച്ച് തന്നെ കഴുകേണ്ടി വരും. ഒരു സ്ഥലത്തും വെക്കാൻ പറ്റില്ല, കാരണം സ്ക്രാച്ചസ് വീഴും. പിന്നെ ഔട്ട് സൈഡിലൊന്നും അത്ര പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതാവും. പിന്നെ പ്രധാനമായിട്ടും ഇത് വാഷ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഇൻസൈഡ് തന്നെയാണ്. കാരണം നമുക്കറിയാമല്ലോ, നമ്മൾ ഏറ്റവും കൂടുതൽ അവിടെയാവും വേർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. നമുക്ക് ഡബിൾ വൈസറും ക്ലീൻ ചെയ്യാം. ഇനി നമുക്ക് ഈ തുണി കൊണ്ട് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകാം. നമ്മൾ തീരെ കഴുകൽ വരാത്ത ഭാഗമായിരിക്കും ഈ ഭാഗങ്ങളൊക്കെ. അപ്പോൾ ഹെൽമെറ്റ് എടുത്തിട്ട് കൂടുതൽ ആളുകളും ഒരു പ്രാവശ്യം പോലും വാഷ് ചെയ്യാതെ കാരണം അത് കൊണ്ടു നടക്കുന്നുണ്ടാകുക.
എന്ന് വെച്ചാൽ ഇതിൽ അത്രമാത്രം ദുർഗന്ധമായിട്ടുള്ളൊരു മണം ഉണ്ടാവും. അത് പിന്നെ യൂസ് ചെയ്യുന്ന ആൾ മാത്രമാവുന്നതുകൊണ്ട് അവർക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ വേറെ ആൾ ഹെൽമെറ്റ് യൂസ് ചെയ്യുമ്പോഴാവും അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകുക. ഇപ്പോൾ കണ്ടോ, അപ്പോൾ ഹെൽമെറ്റ് അടിപൊളിയായി, നല്ല ക്ലീനായി. ഇനി ഇത് ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഉണങ്ങി വരണം. അത് നമ്മൾ നല്ലൊരു വെയിലത്തൊക്കെ വെക്കുക തന്നെ വേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ഹെൽമെറ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ പാഡിങ് ഉണ്ട്, ഈ പാഡിങ് നമ്മൾ ഈ സോപ്പ് പൗഡർ കലക്കി വെച്ച വെള്ളത്തിലിട്ട് ഇട്ട് വെക്കാൻ പോകുന്നു. അപ്പോൾ ഇനി ഇത് കൈ കൊണ്ട് തന്നെ നമ്മൾ വാഷ് ചെയ്യണം. കൈ കൊണ്ട് വാഷ് ചെയ്യുക പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുക. ഉണ്ടോ ചാടി ഇളക്കി പോരുന്നുണ്ടോ? എന്തായാലും ഉണ്ടാവും. നമ്മൾ എന്നും യൂസ് ചെയ്യുന്ന ഹെൽമെറ്റ് അല്ലേ. ഇപ്പോൾ ഈ പാഡിങ്ങിൻ്റെ സ്പോഞ്ച് വെള്ളം കുടിച്ച് കിടക്കുക കാരണം അപ്പം നമുക്കിത് ഇങ്ങനെ പിഴിയാനേ പറ്റുള്ളൂ. ഇത് നല്ലാതെ ഇങ്ങനെ പിഴിഞ്ഞാണ്ട് കംപ്ലൈൻറ്റ് വരുത്തരുത്. ഇനി നമുക്ക് ഈ ക്ലിപ്പ് ഉപയോഗിച്ചിട്ട് ഈ അയലിൽ കൊളത്താം. അപ്പോൾ ഈ പാഡിങ്ങും ഹെൽമെറ്റൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാഡിങ് ഹെൽമെറ്റിനകത്ത് ഫിക്സ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കണ്ടോ, ഈ തലയുടെ മുകളിലുണ്ടാകുന്ന ഈ പാഡാണ്. അപ്പോൾ ആദ്യം നമ്മൾ അത് ഫിറ്റ് ചെയ്യാം. ഇത് ഫിറ്റ് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ഇങ്ങോട്ട് ഇറക്കി വെക്കുക. വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം ഇവിടുത്തെ ഈ ലോക്ക് ഉണ്ടല്ലോ, ഈ ഫ്രണ്ടിലുണ്ട് ലോക്ക്, അതാണ് ക്ലിയർ ആക്കേണ്ടത്. അതിനുശേഷം ബാക്കിലുണ്ട് പിന്നെ ഉള്ളൂ. അപ്പോൾ ഇത് ചെയ്യാൻ നമ്മൾ ആദ്യം കണ്ടോ, ഈ ഓരോ ഇത് കറക്റ്റ് നമ്മൾ രണ്ടും വെച്ചിട്ട് എത്രയാണോ വലിപ്പം വരുന്നത് നോക്കിയതിൻ്റെ ശേഷം ഈ കണ്ടോ ഇവിടെ ഓരോ ക്ലിപ്പുകളുണ്ടാവും, ഇതിനകത്ത് കയറ്റി കൊടുക്കുക. വളരെ സിമ്പിളാണിത്. ഉണ്ടോ, ഈ ക്ലിപ്പിനകത്ത് ലാസ്റ്റ് ഇതും കയറ്റി കൊടുക്കുക. അപ്പോൾ ഇത് ഫുൾ റെഡിയായി. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഉണ്ടോ, നമ്മൾ അന്ന് ഒരു ഇവിടെ 2 ലോക്കുണ്ട്, ഈ ലോക്ക് പിന്നെ ഈ ലോക്കും. അപ്പോൾ നമ്മൾ ഈ മുകളിലുള്ള പാഡിങ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സൈഡിൽ 2 പാഡിങ് ഉണ്ട്. ഇത് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, കാരണം ലെഫ്റ്റ് റൈറ്റ് മാറിപ്പോകാൻ പാടില്ല. പിന്നെ മാത്രമല്ല ഇത് ചെയ്യുന്ന സമയത്ത് ഈ ക്ലിപ്പ് ഉണ്ടല്ലോ, ഈ ക്ലിപ്പ് ഇതിനകത്തൂടെ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഈ പാഡിങ് ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതിനകത്ത് ലാസ്റ്റ് ലോക്കുണ്ട്, ആ ലോക്ക് നമ്മൾ ആദ്യം ചെയ്യുക. കണ്ടോ, ഇതിനകത്ത് കണ്ടോ, ഈ ഒരു ലോക്കിനകത്ത് ഇത് വരണം, എന്നാലേ കറക്റ്റ് നിൽക്കുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് മുന്നിലോട്ട് ഇതാക്കിയതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് പിന്നെ അതിലേക്ക് തള്ളി വരണം. എന്നിട്ട് ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിൽക്കും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉണ്ടൊന്ന്, അതും ഇതുപോലെ തന്നെ ചെയ്യേണ്ടത്. അപ്പം അത് ലോക്കായി നിന്നു. ഇനി ഇതിനകത്ത് മുകളിൽ 2 ലോക്കുണ്ട്, ആ ലോക്കും കൂടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം ഓക്കെ ആയി. ഓക്കെ, അപ്പോൾ ആദ്യം ഇത് നമ്മൾ അതിനകത്തൂടെ ഇട്ടതിന് ശേഷം മാത്രം ഫിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ അഴിച്ചു കണ്ട് വീണ്ടും ഫിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒന്ന് റെഡിയായി. ഇനി അടുത്ത പാഡിങ്ങും ഇതുപോലെ തന്നെ ചെയ്യുക. ഫസ്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ലോക്കാണ്. ഈ ലോക്ക് നമ്മൾ ചെയ്തതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. കണ്ടോ, അത് അതിനോട് അകത്തിട്ടതിന് ശേഷം ഈ ഒരു ലോക്ക്, ആ ലോക്ക് നമ്മൾ എവിടെയാണോ വരുന്നത് നോക്കിയതിന് ശേഷം അത് ഫിറ്റ് ചെയ്യുക. അത് ഫിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതാണ്. ഇത് ചെയ്യാനും തന്നെ ഇവിടെ കണ്ടോ,
ഇത് ചെയ്യുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ലോക്കിംഗ് ഉണ്ട്. ഈ ലോക്കിംഗ് ചെയ്യേണ്ട രീതി പറഞ്ഞാൽ പിറകിലോട്ട് തള്ളിയതിന് ശേഷം പ്രസ് ചെയ്തതിന് ശേഷം ഫ്രണ്ടിലോട്ട് അമർത്തി കൊടുക്കുക. കണ്ടോ, അത് ലോക്കായി. ഇനി നമ്മൾ ഇവിടെയും അതുപോലൊരു ചെറിയ ലോക്കുണ്ട്. ആ ലോക്കിനകത്തോട്ട് ഈ ഒരു ഭാഗം വരണം. അതിന് ശേഷമാണ് ഫ്രണ്ട് ഭാഗം അമർത്തേണ്ടത്. കണ്ടോ, ഭാഗം ക്ലിയറായി. ഇനി നേരത്തെ ചെയ്ത അതുപോലെ തന്നെ മുകളിൽ 2 ലോക്കും കൂടെ ഉണ്ട്. ഉണ്ടോ, ഈ 2 ലോക്കും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുള്ളായി. ഇപ്പോൾ ഹെൽമെറ്റ് മുഴുവനായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോ. നമ്മൾ എന്നും ഉപയോഗിക്കുന്ന ഹെൽമെറ്റ് നമ്മൾ മാസ്കും ഡ്രസ്സും ഒക്കെ കഴുകുന്നത് പോലെ തന്നെ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ വൃത്തിയാക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.